സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് പ്രോഗ്രാംസിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വേ ആണ് പറയുന്നത് സിസ്റ്റം കോൾ. സിസ്റ്റം കോൾ എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണോ നമുക്കൊരു പ്രോഗ്രാമിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അപ്പൊ എന്ത് ചെയ്യും? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കെർണലായിട്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കെർണലിലേക്ക് ആര് ഒരു റിക്വസ്റ്റ്, ഈ പ്രോഗ്രാം ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. ആ റിക്വസ്റ്റ് എന്ന് പറയുന്നതാണ് സിസ്റ്റം കോൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ സിസ്റ്റം കോൾ ചെയ്യുന്നത് ആക്ച്വലി എന്താണ്? ഈ ഒരു സർവീസസ് ആണ് ആക്ച്വലി സിസ്റ്റം കോൾ ചെയ്യുന്നത്. സർവീസസ് ടു ദ പ്രോഗ്രാം. പ്രോഗ്രാമിനുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? സിസ്റ്റം കോൾ ആണ് ചെയ്യുന്നത്. ഇപ്പൊ സിസ്റ്റം കോൾ എന്ന് പറയുന്നത് ആകെ കെർണൽ സിസ്റ്റത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ആരാണ്? സിസ്റ്റം കോൾ ആണ്. ഓക്കെ, അപ്പൊ എല്ലാ പ്രോഗ്രാംസിനും എന്ത് വേണം? റിസോഴ്സസ് ആവശ്യമുണ്ടെങ്കിൽ അതിന് മസ്റ്റ് ആയിട്ടും എന്ത് വേണം? സിസ്റ്റം കോള് വേണം. അപ്പൊ കുറെ ഡിഫറെന്റ് സിസ്റ്റം കോൾസ് ഉണ്ട്. പ്രോസസ് ക്രിയേഷൻ, മാനേജ്മെന്റ്, മെയിൻ മെമ്മറി മാനേജ്മെന്റ്, ഫയൽ ആക്സസ്, ഡയറക്ടറി, ഫയൽ മാനേജ്മെന്റ്, ഡിവൈസ് ഹാൻഡ്ലിംഗ്, പ്രൊട്ടക്ഷൻസ്, നെറ്റ്വർക്കിംഗ്. അപ്പൊ അതിനൊക്കെ എല്ലാത്തിനും എന്തുണ്ട്? ഈ സിസ്റ്റം കോൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും, അതായത് അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാംസിനും ആരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ അതിനൊക്കെ നമുക്ക് എന്തുണ്ട്? സിസ്റ്റം. ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം കോൾ ആണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം. അതെന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോസസ് കൺട്രോൾ. ഓക്കെ, ഒരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാനും ടെർമിനേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അബോർട്ട് ചെയ്യാനും ഒക്കെ ഉള്ള അലോക്കേറ്റ് ചെയ്യാനും ഫ്രീ മെമ്മറി അങ്ങനത്തെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പ്രോസസ് കൺട്രോൾ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം കോൾ. ഓക്കെ, അപ്പൊ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യണം, ക്ലോസ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം, റീഡ് ചെയ്യണം, റൈറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾസ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഡിവൈസ് മാനേജ്മെന്റ് ആണ്. ഡിവൈസ് യൂസ് ചെയ്യുന്നുള്ളതാണ് ഡിവൈസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിവൈസ് മാനേജ്മെന്റ്. ഇനി നാലാമത്തെ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ മെയിൻ്റെനൻസ് ആണ്. നാലാമത്തെ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടുള്ളതാണ് നാലാമത്തെ. പിന്നെ അഞ്ചാമത്തെ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾസ്. സിക്സ്ത് വൺ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇവിടെ യൂസ്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ്. അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞു പ്രോസസ് കൺട്രോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രോസസ് കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും പ്രോസസ് കൺട്രോൾ. ഈ പ്രോസസ് കൺട്രോള് നമുക്ക് വിൻഡോസിലും യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾസും അതുപോലെ തന്നെ യൂണിക്സിൽ യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾസും രണ്ടാണ്. അപ്പോൾ വിൻഡോസിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രോസസ് കൺട്രോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ക്രിയേറ്റ് പ്രോസസ്സ്, അതുപോലെ തന്നെ എക്സിറ്റ് പ്രോസസ്സ്, അതുപോലെ തന്നെ വെയിറ്റ് ഫോർ ഒബ്ജക്റ്റ്, അതൊക്കെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യും. ഇനി യൂണിക്സിൽ അതിന് പകരം നമ്മൾ യൂസ് ചെയ്യും ഫോർക്ക്, അതുപോലെ തന്നെ എക്സിറ്റ്, പിന്നെ വെയിറ്റ്. ഓക്കെ, വെയിറ്റ്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് വരുന്ന യൂണിക്സിലുള്ളതാണ് ഇത്. ഇനി ഫയലിലാവും വെരി ഇമ്പോർട്ടന്റ് ആണ് ഫോർക്ക്. ഇനി ഫയലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾസ് ക്രിയേറ്റ് ഫയല്. വിൻഡോസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്രിയേറ്റ് ഫയല്, റീഡ് ഫയല്, അതുപോലെ തന്നെ റൈറ്റ് ഫയല്, അതൊക്കെ. ഇനി നമ്മൾ ഇതിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓപ്പൺ എന്ന് പറയുന്ന സിസ്റ്റം കോള്, റീഡ് എന്ന് പറയുന്ന സിസ്റ്റം കോള്, ദെൻ റൈറ്റ്, നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലോസ്. അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഇനി ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ ഡിവൈസിൽ നമ്മൾ റീഡ്, റൈറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇൻഫോർമേഷൻ മെയിൻ്റെനൻസിൽ നമ്മൾ ഇൻഫോർമേഷൻ മെയിൻ്റെനൻസിൽ നമ്മൾ ഇതിൽ നമ്മൾ ക്രിയേറ്റ് പൈപ്പ് ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് വെറും പൈപ്പ്. ഓക്കെ, പിന്നെ യൂസ് ചെയ്യുന്നതാണ് CHWN, ചൗ എന്ന് പറയുന്നത്. അപ്പൊ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് സെക്യൂരിറ്റി ഡിസ്ക്രിപ്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മള് അത്രയാണ് പറയണം. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഇനി ഫോക്ക് സിസ്റ്റം കോൾ. ഓക്കെ, ഫോക്ക് എന്ന് പറയുന്ന സിസ്റ്റം.
ഫോർക്ക് എന്ന് പറയുന്ന സിസ്റ്റം കോൾ നമ്മൾ എന്തിനു യൂസ് ചെയ്യണം? ഒരു ന്യൂ പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ന്യൂ പ്രോസസ് ക്രിയേഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഫോർക്ക് യൂസ് ചെയ്യും. ഇനി ആ ഫോർക്കിന് പാരാമീറ്റേഴ്സ് ഒന്നുമില്ല, അതുപോലെ തന്നെ റിട്ടേൺ ചെയ്യുന്നത് ഇന്റിജർ വാല്യൂ ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ജസ്റ്റ് ഫോക്സിന്റെ നോ പാരാമീറ്റേഴ്സ്, പിന്നെ റിട്ടേൺസ് ആൻഡ് ഇന്റിജർ വാല്യൂ. ഇന്റിജർ ഫോർക്ക് റിട്ടേൺ ചെയ്യണത് ഇന്റിജർ വാല്യൂ. പിന്നെ നെഗറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും. ചില സമയങ്ങളിൽ നെഗറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് അൺസക്സസ്ഫുൾ ക്രിയേഷൻ ആണ് ക്രിയേറ്റ്. ഇനി പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അത് പാരന്റിന് റിട്ടേൺ ചെയ്തു കാണിക്കും. 0 ആണെങ്കിൽ അത് ന്യൂലി ക്രിയേറ്റഡ്. അപ്പൊ 0 അങ്ങനെ നോക്കിയാൽ 0 ആണെങ്കിൽ ന്യൂലി ക്രിയേറ്റഡ് ചൈൽഡ്, ഇനി പോസിറ്റീവ് ആണെങ്കിൽ, പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ റിട്ടേൺ ടു പാരന്റ്, വിചാരിക്കണം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നോക്കി വെക്കാം. ഇനി അതിൽ നമുക്ക് ചിലതില് ക്വസ്റ്റ്യൻസ് വരാന്ന് പറയുന്നത് ഫോർ ഒരു കോഡ്, ഫോർ i ഈക്വൽ ടു 0, പിന്നെ i ലെസ് ദാൻ n, i പ്ലസ് പ്ലസ്, എന്നിട്ട് എന്ത് ചെയ്യാണ്? ഫോർക്ക് കോൾ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എത്ര നമ്പർ ഓഫ് ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഫസ്റ്റ് കേസിൽ 0 ആണ് n ലെസ്. അപ്പൊ നമ്മൾ നോക്കാണ് ഫസ്റ്റ് കേസിൽ ഒരു ഫോർക്ക്. അപ്പൊ എന്തുണ്ട്? ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സ് ഫസ്റ്റ് ചൈൽഡിനെ വിളിക്കുമ്പോൾ തന്നെ എന്ത്? രണ്ട് ചൈൽഡ് പ്രോസസ്സ്, ഒരു ഫോർക്കിന് രണ്ട് ചൈൽഡ് പ്രോസസ്സ്. അപ്പൊ ഇത് F0, ഇത് F1. ഓക്കെ, ഇനി F1നെ വിളിക്കുമ്പോൾ എന്ത് വരും? ഇതിൽ F2, ഇതിലും എന്ത് വരും? F2 അല്ലെ? അപ്പൊ ടോട്ടൽ എത്ര പ്രോസസ്സാ? 1. അതായത് 3 റൗണ്ട് വിളിക്കുകയാണ് ലെസ് ദാൻ n ആണെങ്കിൽ, അപ്പൊ അതായത് ഞാനിപ്പോ 2 ആണ് കൊടുക്കണമെന്ന് വെച്ചിരിക്കുന്നത്, എന്നിന്റെ വാല്യൂ 2 ആണ് കൊടുക്കണം എത്ര പ്രോസസ് ക്രിയേറ്റ് ചെയ്യും? 1 2 3 4 5 6 7. അതെന്ന് പറയുന്നത് എന്താ? 2 അല്ലെ? 2 3 മൈനസ് 1. ഓക്കെ, 2 n 3 ആണെങ്കിൽ ഇപ്പൊ 3 ആണ്, 1 2 3 അല്ലെ? n 3 ആണെങ്കിൽ എത്രയാണ്? 2 മൈനസ് 1. ഇനി n is equal to 2 ആണെങ്കിൽ എവിടം വരെ പോകുന്നു? ഇവിടെ. അപ്പൊ എന്ത് വരും? 2² മൈനസ് 1. അപ്പൊ എത്ര ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തു എന്നറിയണമെങ്കിൽ, ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് പ്രോസസ് ആണെങ്കിൽ 8, അതായത് ടോട്ടൽ നമ്പർ ഓഫ് പ്രോസസ് ആണെങ്കിൽ നമുക്ക് 2 അതുപോലെ തന്നെ ചൈൽഡ് പ്രോസസ് ആണെങ്കിൽ നമ്മൾക്ക് വരുന്നത് 2n-1 ആയിരിക്കും. അപ്പൊ ടോട്ടൽ പ്രോസസ്, അതായത് ഫോർക്ക് വിളിക്കുന്ന സമയത്ത് ടോട്ടൽ പ്രോസസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ n എത്രയാണോ അത് 2n. ടോട്ടൽ ചൈൽഡ് പ്രോസസ് എത്രയാണെങ്കിൽ ചോദിക്കണതെങ്കിൽ 2n-1 ആയിരിക്കും. ആ ഇക്വേഷൻ ഒന്ന് ഓർത്തേക്ക്. ടോട്ടൽ പ്രോസസ്സ് 2n-ഉം ടോട്ടൽ ചൈൽഡ് പ്രോസസ് എന്ന് പറയുന്നത് 2n-1 ആയിരിക്കും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തിട്ട് വെക്കാം. അപ്പൊ ഇതാണ് ഇതിൽ വരുന്നത് നമ്മുടെ OS വരുന്ന സിസ്റ്റം കോൾസിന്റെ ക്വസ്റ്റ്യൻസ്. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തില് മൾട്ടിപ്പിൾ പ്രോസസ്സ് ഷെയറിംഗ് റിസോഴ്സസ് ഇൻ എ സേഫ് സ്റ്റേറ്റ്, അത് വരുന്നത് ബാങ്കേഴ്സ് അൽഗോരിതം വരുന്നുണ്ട്.
അപ്പൊ അതെന്ന് പറയുന്നത് നമ്മള് സേഫ് സ്റ്റേറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞു പേജിങ് സ്കീമില് പേജ് സൈസ് എന്ന് പറയുന്നത് 4 KB ആണ്. ഓക്കെ, 4 KB 32 ബിറ്റ് ലോജിക്കൽ അഡ്രസ് സ്പേസ്. 32 ബിറ്റ് ആണ് ലോജിക്കൽ അഡ്രസ് സ്പേസ്. അതായത് എത്രയാ ഫ്രെയിംസ് അല്ലെ, ഫ്രെയിംസ് ആണ്. അപ്പൊ 2:32 എന്ന് പറയുന്നത് എന്തായാലും ഈ വാല്യൂകളായിരിക്കില്ല, എന്തായാലും ഈ വാല്യൂ ആയിരിക്കും അല്ലെ. അപ്പോ ഈ വാല്യൂവിന്റെ അടുത്തായിരിക്കും വരിക എന്ന് ആലോചിക്കാം. പിന്നെ നമുക്ക് ഇത് ബിറ്റ് ഫ്രെയിംസ് ഇത്രയും പേജ് സൈസ് ഇത്രയും തന്നിട്ടുണ്ട്. അപ്പോ എന്ത് വരും, ഇതിനെ 4 KB നമുക്ക് എങ്ങനെ എഴുതാം, 2² × 2⁻²10 അല്ലെ. അപ്പൊ 2⁻32 ഡിവൈഡഡ് ബൈ 2⁻12. അപ്പൊ എത്ര 2⁻20 അടുത്ത് വരും. അതാണ് ഈ വാല്യൂ. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി ഒറ്റയടിക്ക് 2⁻32 അടുത്തേക്കാണ് വരുന്നത്. അപ്പൊ എന്തായാലും ഈ വാല്യൂസിന്റെ അടുത്തേക്ക് ആവില്ല, കുറച്ച് വലിയ വാല്യൂ ആയിരിക്കും. അപ്പൊ അങ്ങനെ ആലോചിച്ചിട്ടും എന്ത് ചെയ്യാം, ഇത് ആൻസർ ചെയ്യും. ഡിമാൻഡ് പേജിങ് ക്രിട്ടിക്കൽ സെക്ഷൻ പറഞ്ഞു, വാലിഡേഷൻ ആണ് ഓൾറെഡി ഇതിനാണ് കിട്ടും. ഇനി നമുക്ക് ഉള്ളത് ബാങ്കേഴ്സ് അൽഗോരിതം, ഡെഡ്ലോക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ. അത്